أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ 17ാമത്തെ ക്ലാസ്സിൽ ഫാത്തിഹയിലെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുന്ന മുന്നേയായി ഒരു ചെറിയ ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, ഒരു ഹദീസാണത്. അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം, അത് മാരിഫയാണ്, അതിൻ്റെ ഏറാബ് റഫവുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അതൊരു മുബ്തദ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ട്, മുബ്തദ ഖബർ ചേർന്ന് വന്നാൽ അത് പൂർണ്ണ സെൻറ്റൻസ് ആയിരിക്കുമെന്ന്. അപ്പോൾ മുബ്തദിൻ്റെ എല്ലാ രൂപങ്ങളും അസ്വലാത്തിന് വന്നിട്ടുണ്ട്. അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം. പിന്നെ അതിൻ്റെ ഖബറാണ്. മുബ്തദ് വന്ന് അതിൻ്റെ ഖബർ മിഅ്റാജുൽ മുഅ്മിനി എന്നാണ്. അതിൽ 2 പദങ്ങളുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ മിഅ്റാജ് അൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ മിഅ്റാജാണ് അസ്വലാത്ത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥം എന്താണ്? അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനി. മിഅ്റാജുൽ മുഅ്മിനി എന്നത് ഒരു മുദാഫ് ഇലൈഹിയാണ്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുദാഫ് ഇലൈഹി, മുദാഫിന് 2 നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ മുദാഫ് ഇലൈഹിക്കും 2 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ലില്ല, അല്ലുണ്ടെങ്കിൽ അതിൽ ഒഴിവാക്കണം. അതുമാതിരി മുദാഫിൻ്റെ ഏറാബ് ഖഫീഫായിരിക്കണം. സാധാരണ ഒരു ഇസ്മിൻ്റെ ഏറാബ് തൻവീനുള്ള ലമ്മായിരിക്കും. അത് ചിലപ്പോൾ നസബായി വരും, ചിലപ്പോൾ ജറായിട്ട് വരും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒറിജിനൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊരു കാരണങ്ങളും ഇല്ലെങ്കിലാണ് ഒറിജിനലായിട്ട് വരിക. അപ്പം മിഅ്റാജുൻ എന്നുള്ളതിന് ഖഫീഫാക്കി, ലളിതമാക്കി, അതിൻ്റെ ഏറാബ് ഹർക്കത്ത് ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹർക്കത്ത് കൊടുത്ത് അതിൻ്റെ ഹർക്കത്ത് സിംഗിളാക്കി, ഒരു ലം മാത്രമേ ഉള്ളൂ. ഇപ്പം രണ്ടാമത്തത് അതിൻ്റെ കൂടെ വരുന്നത് മുദാഫ് ഇലൈഹിയാണ്. അതിന് അല്ലുണ്ടായിരിക്കണം, അതിൻ്റെ ഏറാബ് ജറുമായിരിക്കണം എന്നാണ് അതിൻ്റെ നിബന്ധന. അപ്പം മിഅ്റാജുൽ മുഅ്മിനിൻ്റെ മിഅ്റാജ് കൂടിക്കാഴ്ച, നമസ്കാരം. അപ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥം കിട്ടും. അതിൻ്റെ ആകുന്നു എന്നുള്ള അർത്ഥം പൂർണ്ണ സെൻറ്റൻസ് ആണെങ്കിൽ അതിന് കിട്ടും. അസ്സലാത്തു നമസ്കാരം, മിഅ്റാജുൽ മുഅ്മിനി മുഅ്മിനിൻ്റെ കൂടിക്കാഴ്ചയാണ്. ആരായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്? അള്ളാഹുവിനായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ആ ഒരു ബഹുമതിയോട് കൂടി തന്നെ, അതിൻ്റെ ശ്രേഷ്ഠതയോട് കൂടി തന്നെ വേണം നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ. എപ്പോഴും നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയാണ് നമസ്കാരം എന്നുള്ളത്, ആ ഒരു പരിഗണന അതിൻ്റെ കൊടുത്തിട്ട് വേണം നമ്മൾ നമസ്കാരത്തിലേക്ക് നിൽക്കാൻ. പിന്നെ നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിഷിദ്ധമായി. ഒരുപാട് കാര്യങ്ങളൊക്കെ അനുമതിയുണ്ടായിരുന്നു. പക്ഷേ അപ്പം ഈ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതോടുകൂടി അതൊക്കെ പിന്നെ ഒക്കെ നമുക്ക് അനുവദീയമല്ലാതായി വന്ന്. പിന്നെ നമസ്കാരം ഈ അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച മാത്രമാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമസ്കാരത്തിൽ പ്രവേശിച്ചിട്ട് അൽഹംദുലില്ലാഹി ഔദും ബിസ്മിക ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോഴാണ് അള്ളാഹു പറയുക ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു.
അങ്ങനെ ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ അവിടെ വെച്ചിട്ടാണ് നമുക്ക് വിശദീകരിക്കേണ്ടത്. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ. അപ്പോൾ അള്ളാഹു പറയും, ഇത് എനിക്കും എൻ്റെ അടിയാനും ഇടയിലുള്ള കാര്യമാണ് എന്ന് പറയും. എൻ്റെ അടിമ ചോദിക്കുന്നത് അവന് നൽകും എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇയ്യാക്ക നമ്മൾ പറഞ്ഞ് അള്ളാഹുവായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ് പിന്നെ അവിടെ നടക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി സ്തുതിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഇയ്യാക്ക നഅ്ബുദു. ഇയ്യാക്ക എന്ന് പറഞ്ഞത് ലമീറാണ്. ഇയ്യ എന്ന് പറഞ്ഞാൽ മാത്രം, ക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം. ക എന്നുള്ളത് ഒരു ലമീറാണ്. അതിൻ്റെ അർത്ഥം അത് മബ്നിയായ കലിമത്താണ്. ഇയ്യാക്ക നിന്നെ, നിൻ്റെ, നിന്നോട്, എല്ലാ അർത്ഥം അതിന് കിട്ടും. അതിന് ഇറാബ് മാറ്റാൻ പറ്റില്ല, അത് മബ്നിയായ കലിമത്തായ കാരണം. അപ്പം ഇയ്യാക്ക നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, യഅ്ബുദു ആരാധിക്കുന്നു. ആ യഅ്ബുദു സർഫ് ചെയ്ത് 14ാമത്തെ രൂപമാണ് നഅ്ബുദു എന്ന് പറയുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക്ക നഅ്ബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അബദയുടെ മുളാരി രൂപമാണ് യഅ്ബുദു. യഅ്ബുദു, യഅ്ബുദാനി, യഅ്ബുദൂന, തഅബ്ബുദു, തഅബ്ബുദാനി, യഅ്ബുദുന, തഅബ്ബുദു, തഅബ്ബുദാനി, തഅബ്ബുദൂന, തഅബ്ബുദീന, തഅബ്ബുദാനി, തഅബ്ബുദന, അഅ്ബുദു, നഅ്ബുദു. ആ 14ാമത്തെ രൂപമാണ് നഅ്ബുദു. നഅ്ബുദു എന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഇയ്യാക്ക നഅ്ബുദു നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വ ഇയ്യാക്ക നിന്നോട് മാത്രമാണ് ഞങ്ങൾ നസ്തഈൻ സഹായം ചോദിക്കുന്നതും. ഇയ്യാക്ക നഅ്ബുദു നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വ ഇയ്യാക്ക നസ്തഈൻ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ആരാധന മറ്റുള്ളവരിലേക്ക് വഴി വിട്ട് കളഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രശസ്തി ഇല്ലാതായി, അള്ളാഹു കൈയൊഴിയും. അപ്പോൾ അള്ളാഹു കൈയൊഴിയാതിരിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഈ പ്രതിജ്ഞ നമ്മൾ ജീവിതത്തിൽ നിറവേറ്റണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ വാഗ്ദത്തം ചെയ്യുന്നത്. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നത്. അങ്ങനെ ചോദിക്കുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദി അദാ യഹ്ദി ഇഹ്ദി അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അത് ഫിൽ അംറാണ്. അള്ളാഹുവിനോട് നമ്മൾ യാചിക്കുകയാണ്, ഇഹ്ദിന ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ ഇഹ്ദിന ഞങ്ങൾക്ക് നൽകണമേ, ഹിദായത്ത് നൽകണമേ. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ. സിറാത്തൽ മുസ്തഖീം, അവിടെ സിറാത്തൽ മുസ്തഖീം അതൊരു സിഫത്ത് മൗസൂഫാണ്. സിറാത്ത മാർഗം, എങ്ങനെയുള്ള മാർഗമാണ്? മുസ്തഖീം ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ. ചൊവ്വായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണമേ, അല്ലെങ്കിൽ ആക്കിത്തരണമേ, അല്ലെങ്കിൽ നയിക്കണമേ, ആ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. ഹിദിന ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ. എങ്ങനെയാണ് ഹിദായത്ത്? സിറാത്തൽ മുസ്തഖീം ചൊവ്വായ പാതയിൽ ഞങ്ങളെ ചേർക്കണമേ. പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സിറാത്ത അത് മഫൂലും ബിഹാണ്, അതുകൊണ്ടാണ് ഫതായി വന്നത്. അല്ലദീന ഒരു വഴി, അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹം ചെയ്തു, അൻഅംത നീ അനുഗ്രഹം ചെയ്തു. അപ്പോൾ നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി, നീ അനുഗ്രഹം ചെയ്ത ഒരുപാടുണ്ടല്ലോ, അവരുടെ മാർഗത്തിലാണ് ഞങ്ങൾക്ക്. അല എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ, നീ ഒരു കൂട്ടരുടെ മേൽ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ നീ വഴിയേർക്കേണ്ടത്. ഗൈറിൽ മഗ്ലൂബ്, ഗൈർ എന്ന് പറഞ്ഞാൽ അല്ലാത്തത്. മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവർക്കാണ് മഗ്ലൂബ് എന്ന് പറയാം. ഒരു കൂട്ടർ പേർ അള്ളാഹു കോപിച്ചിട്ടുണ്ട്, അവരെ വഴിയിലല്ല. ഗൈറിൽ മഗ്ലൂബി അലൈഹിം,
നീ കോപിക്കപ്പെട്ടവരുടെ വഴിയിലല്ല, വലദ്ദാല്ലീൻ വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ലാത്ത ആ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ നിർത്തണമേ, ചേർക്കണമേ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഹുദ, അള്ളാഹുവിൻ്റെ ഹുദയായ ഈ ഖുർആൻ നമ്മൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമസ്കാരത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൂറത്ത് ഓതണം. ആ സൂറത്ത് ഓതിയതിന് ശേഷം റുക്കൂയിൽ പോകണം. അതിനു മുമ്പ് മറ്റൊരു ഹദീസ് നമ്മളിവിടെ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, സൂറത്തു നിസായിലെ 103-ാമത്തെ വചനമാണ്. നമ്മൾ ആദ്യത്തെ ആ ഹദീസ് നമ്മൾ അസ്സലാത്തു എന്ന് വായിച്ചു അല്ലേ? അസ്സലാത്തു എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഇന്ന സ്വലാത്ത എന്ന റഫ പോയിട്ട് ഇവിടെ ഫത്താണ് വന്നിട്ടുള്ളത്. അതിന് കാരണം നമ്മൾ ജറിൻ്റെ അർഫ് പഠിച്ചിട്ടുണ്ട്. ജറിൻ്റെ അർഫ് പഠിച്ചതുപോലെ തന്നെ ജറിൻ്റെ അർഫ് ജറിൻ്റെ ഒരു അക്ഷരം ഒരു ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിനെ കിസർ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നയും അതിൻ്റെ കൂട്ടുകാരും ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന അങ്ങനെയുള്ള പദങ്ങളുണ്ട്. അതൊക്കെ ഒരു ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ അതിന് നസബ് ചെയ്യണം. നമ്മൾ ജറിൻ്റെ പദം പറഞ്ഞ പോലെ തന്നെ നസബിൻ്റെ വാക്കുകളാണ് ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന മുതലായവ പദങ്ങൾ. അത് ഒരു ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിന് നസബ് ചെയ്യണം. അതാണ് ഫത്തായിട്ട് അവിടെ വന്നത്. ഇന്ന സ്വലാത്ത, നിശ്ചയമായി, ഇന്നെന്ന് പറഞ്ഞാൽ നിശ്ചയമായി, ഇന്ന സ്വലാത്ത നിശ്ചയമായി നമസ്കാരം, അതൊരു മുബ്തദാണത്. ഇന്ന സ്വലാത്ത. ഇനി അതിൻ്റെ ഖബറാണ് ബാക്കിയുള്ളതായിട്ട് വരുന്നത്. നിശ്ചയമായി നമസ്കാരം നമ്മൾ പറഞ്ഞിട്ട് മുബ്തദ ആണെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? അത് മാരിഫ ആയിരിക്കണം, റഫ ആയിരിക്കണം. ഇവിടെ മാരിഫയാണ്, പക്ഷെ റഫ അല്ലാതിരിക്കാൻ കാരണം ഇന്ന അതിൻ്റെ മുന്നിൽ വന്നതാണ്. ഒരു മുബ്തദ ഖബറിൽ ഇന്ന വന്നാൽ പിന്നെ അവിടെ ഇന്നയുടെ ഇസ്മ, ഇന്നയുടെ ഖബർ എന്നാണ് പറയുക. അപ്പം ഇന്നയുടെ ഇസ്മ ആയതുകൊണ്ടാണ് അത് നസ്ബായത്. അപ്പോൾ മുബ്തദ തന്നെയാണ്, പക്ഷേ ഇന്ന വന്ന കാരണം ഇന്നയുടെ ഇസ്മ എന്നാണ് അതിന് പറയാം. അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്ന വന്നാൽ സലാത്ത എന്ന് മനസ്സിലാക്കി ഉണ്ടാവും. അപ്പോൾ അത് മുബ്തദ തന്നെയാണ്, അവിടെ റഫൈൻ്റെ സ്ഥാനത്താണ് അത് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന നിശ്ചയമായ നമസ്കാരം. പിന്നെ കാനത്ത് എന്ന് പറഞ്ഞാൽ കാലയുടെ അതേ രൂപം തന്നെയാണ് കാന എന്ന് പറഞ്ഞാൽ അതായി അല്ലെങ്കിൽ അവനായി. ഇവിടെ എന്താണ്? സലാത്താണ്. ഈ സലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയിൽ ഒന്നൊരിക്കലും മുദക്കറായിരിക്കും അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. മുഅന്നസ് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലാണ് താ മർബൂത്ത ഒരു അടയാളമാണ്. അപ്പോൾ ഇന്ന സ്വലാത്ത എന്ന് വന്നപ്പോൾ അത് മുഅന്നസാണ്. അപ്പോൾ കാന എന്നുള്ളത് കാനത്തായി. കാന കാനു, കാനത്ത് കുന്ന, കുന്ത കുന്തുമാ കുന്തും, കുന്തി കുന്തുമാ കുന്തുന്ന, കുന്തു കുന്ന. അപ്പോൾ ഈ കാനത്ത് വരാനുള്ള കാരണം അത് സ്വലാത്ത് എന്നുള്ള പദം മുഅന്നസ് ആയതുകൊണ്ടാണ്. കാനത്ത് അതായി. ഇന്ന സ്വലാത്ത നിശ്ചയമായും നമസ്കാരം, കാനത്ത് അതായി, അലൽ മുഅ്മിനീന. അല എന്ന് പറഞ്ഞാൽ ഒരു ജറിൻ്റെ അർഫാണ്. അതുകൊണ്ട് തന്നെ അൽ മുഅ്മിനീന എന്ന് വന്നു. മുഅ്മിനൂന എന്ന് പറഞ്ഞുള്ളടത്ത് മുഅ്മിനൂന എന്ന മുഅ്മിനുകൾക്ക് അലൽ മുഅ്മിനീങ്ങളുടെ മേൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജമ്മ് മുദക്കർ സാലിം ഊന അല്ലെങ്കിൽ ഈന എന്നുള്ള രൂപത്തിലാണ് വരിക. ഇവിടെ ഈന എന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്, മുഅ്മിനീന. ജമ്മു മുദക്കർ സാലിം 2 രൂപത്തിലാണ് ഉണ്ടാവുകയുള്ളൂ. അതിന് 2 രൂപത്തിലുള്ള സൗണ്ട് നോക്കിയാൽ മതി. ഊന, ഈന എന്ന് പറഞ്ഞാൽ ഊന റഫ ആയിരിക്കും, ഈന എന്നുള്ളത് ഒന്നുകിൽ നസബായിരിക്കും അല്ലെ ജറായിരിക്കും. ഇവിടെ ഇപ്പോൾ എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? അല എന്നുള്ളത് ജറിൻ്റെ അർഫാണ്. അപ്പോൾ ജറായിട്ടാണ് വന്നിട്ടുള്ളത്. അലൽ മുഅ്മിനീന മുഅ്മിനുകളുടെ മേൽ. ഇന്ന സ്വലാത്ത് നിശ്ചയമായ നമസ്കാരം, കാനത്ത് അത് ആയി, അലൽ മുഅ്മിനീന മുഅ്മിനുകളുടെ മേൽ. കിതാബൻ മൗഖൂത്ത അവിടെ സിഫത്ത് മൗസൂഫ് വന്നിട്ടുണ്ട്. കിതാബൻ എന്ന് പറഞ്ഞാൽ കർമ്മമാക്കി. കുത്തിബ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ?
നിർബന്ധമാക്കി, മൗക്കൂത്ത സമയം നിർണയിച്ച് നിർബന്ധമാക്കിയ കർമ്മമാണ് നമസ്കാരം. അപ്പോൾ നിസ്കാരം നമ്മൾ എപ്പോഴും നിസ്കരിച്ചാൽ പോരാ, അതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടിരിക്കപ്പെട്ടിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. സമയം നിശ്ചയിക്കപ്പെട്ട് നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് നമസ്കാരം. ഇന്ന സ്വലാത്ത നിശ്ചയമായ നമസ്കാരം കാനത്ത് അതായി അല മൂമീന മൂമിങ്ങളുടെ മേൽ കിതാബൻ മൗക്കൂത്ത അവിടെ സിഫത്ത് മൗസൂഫാണ്. സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ വല്ല കാരണമുണ്ടെങ്കിൽ, ഒരു അനുവദ്യമായുള്ള കാരണമുണ്ടെങ്കിൽ നമ്മൾക്ക് ളുഹറും അസറും ജമ്മാക്കാം. അതുമാതിരി മഗ്‌രിബ് നിശ്ചയം ജമ്മാക്കാം. മതിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ നമസ്കാരം നിർബന്ധമാണ്. സുബഹിക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല, അത് അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കണം. അത് ജമ്മോ കസറോ ആക്കാൻ പാടില്ല. അതുമാതിരി കസർ എന്ന് പറഞ്ഞാൽ യാത്രയിലൊക്കെ ആകുമ്പോൾ ജമ്മും മാത്രമല്ല, ജമ്മും കസറും ആക്കാം. 4 റക്കാത്തുള്ള നമസ്കാരം 2 റക്കാത്ത് നമസ്കരിക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷെ എന്താണ്, ഒഴിവാക്കാൻ പാടില്ല. അത് അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കണം, അത് നിർവഹിക്കണം. അത് സൂറത്തുൽ നിസായിലെ 103-ാമത്തെ ആയത്താണ്. ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ തീരുമാനിക്കരുത്. സൗകര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇമാമോടുകൂടെ നിസ്കരിക്കുക, പക്ഷെ അതിന് പിന്തിക്കാൻ പാടില്ല. അതാണ് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്ന് അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമസ്കാരത്തിൽ അങ്ങനെ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ഓതി സൂറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റുക്കൂയിലേക്ക് പോകണം. റുക്കൂയിലേക്ക് പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിൽ അലീം, മഹാനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ എന്ന പദം നമ്മൾ ആവർത്തിച്ച് വിടണം. ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ചെല്ലണം. സമയമുണ്ടെങ്കിൽ കൂടുതൽ ചെല്ലാം. അപ്പം അത് ഈ നിസ്കാരത്തിൽ നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അവസാനം, തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ആ ഭയഭക്തി ഓർമ്മയും നമ്മൾ ഉണ്ടായിരിക്കണം. അനാവശ്യമായ ചലനങ്ങളോ കൈകാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലോ അല്ലെങ്കിൽ നോട്ടം എപ്പോഴും നമ്മുടെ നമസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ ഭാഗത്തേക്കായിരിക്കും നോക്കേണ്ടത്. അനാവശ്യമായി കൈകാലുകൾ അലക്കരുത്. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടി നമ്മളെ നമസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. അതുമാതിരി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.